യോഹന്നാൻ ശ്ലീഹ ആത്മാവിൽ കാണുകയാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വചനത്തിൽ എന്താ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്? ഇതവൻ മേഘങ്ങളുടെ അകമ്പടിയോട് ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. കർത്താവിനെ ദർശിക്കും. ആമേൻ. മേഘങ്ങളുടെ അകമ്പടിയോടുകൂടി രാജാതി രാജാവായ കർത്താവ് ആഗതനാകുകയാണ്. ഓരോ മിഴി അത് കാണും. സകല മനുഷ്യരും, എല്ലാ മനുഷ്യരും കർത്താവിൻ്റെ ആ മഹത്വപൂർണമായ 2-ാം വരവ് ദർശിക്കും. അത് ലൈവ് ടെലികാസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ച് മീഡിയയുടെ ആവശ്യമില്ല, സാറ്റലൈറ്റിൻ്റെ ആവശ്യമില്ല. സ്വർഗം നേരിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യാണ്, സംപ്രേഷണം ചെയ്യാണ്. ഈ ഈശോയുടെ സെക്കൻഡ് കമ്മിങ്, ആ 2-ാം വരവ്, പ്രത്യാഗമനം വളരെ ലൈവായി ടെലികാസ്റ്റിംഗ് ആണ്. പരിശുദ്ധ വചനം പറയുന്നു, ഓരോ മിഴിയും അത് കാണും. എന്ത് കാണും? കർത്താവിന്റെ പ്രത്യാഗമനം. രാജാതി രാജാവായി തന്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ കർത്താവ് ആഗതനാകുന്നത് എല്ലാ ജനതകളും ദർശിക്കും. സകല മിഴികളും അത് കാണും. ആമേൻ, ആമേൻ, ആമേൻ എന്ന് പരിശുദ്ധ വചനം പറയാ. അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതാർക്കും മാറ്റാൻ പറ്റില്ല. ഒരു കോടതിക്കും ഒരു ഗവൺമെന്റിനും ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഈ വിശ്വാസ സത്യം, ഈ പരിശുദ്ധ വചനം മാറ്റുവാൻ സാധ്യമല്ല. ഇത് മുദ്രിത വചനമാണ്, മുദ്ര ചെയ്യപ്പെട്ട വചനമാണ്.